പാലാ തൊടുപുഴ ഹൈവേയിൽ അന്തിനാട് ടൗണിനോട് തൊട്ട് ചേർന്ന് അന്തിനാട് ടൗണിൽ നിന്ന് ഏകദേശം ഒരു 700 മീറ്റർ മാത്രം മാറി 22 സെൻറ്റിൽ ഒരു 3 BHK അതിമനോഹരമായ ഒരു വീടിൻ്റെ ഗ്രാൻഡ് ടൂറിലേക്ക് നമുക്ക് പോകാം. ഇത് ഏകദേശം സ്ഥലം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 22 സെൻറ്റോളം സ്ഥലമുണ്ട്. ഇത് നമുക്ക് തൊട്ടപ്പുറത്തെ വീട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വീടാണ്. നമുക്ക് കുറഞ്ഞതൊരു 10-15 വണ്ടിയിലും മിനിമം നമുക്ക് ഇതിൻ്റെ അകത്ത് പാർക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു സ്പേസ് നമുക്കിവിടെ വന്നിട്ടുണ്ട്. ഇത് മുറ്റത്തോട്ട് കയറുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻ്റർലോക്ക് ഒക്കെ ചെയ്ത് നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ കാർ പോർച്ച് വരുന്നത്. ഇവിടെ നമ്മൾ ചിപ്സൊക്കെ ഇട്ട് നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട്. ഇനി കാർ പോർച്ചിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ടുള്ള ഇതിൻ്റെ തൂണ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇത് ക്ലാഡിങ് ടൈൽ കൊടുത്ത് വളരെ ഭംഗിയിൽ ക്ലാഡിങ് ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയിൽ വന്നിരിക്കുകയാണ്. നമ്മൾ നേരെ എൻ്റർ ചെയ്യുന്നത് നമ്മുടെ സിറ്റ് ഔട്ടിലേക്കാണ്. ഇതാണ് നമ്മുടെ സിറ്റ് ഔട്ട് വരുന്നത്. സിറ്റ് ഔട്ടിലെ ടൈല് നോക്കിക്കഴിഞ്ഞാൽ ഇത് വിട്രിഫൈഡ് ടൈലാണ് പോയിരിക്കുന്നത്. അതിന് ബോർഡറിങ് പോയിരിക്കുന്നത് ഗ്രാനൈറ്റാണ് ബോർഡറിങ് പോലെ വന്നിരിക്കുന്നത്. നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ എൻട്രി ചെയ്യുന്നത് ഇത് നമ്മുടെ ലിവിങ് ഏരിയയിലേക്കാണ്. ലിവിങ് ഏരിയയിലോട്ട് പോകുന്നതിന് മുന്നേ നമുക്ക് ഇവിടുത്തെ ഡോറ് കാണാം. ഇത് തേക്കിലാണ് ഡോറ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ ലിവിങ് ഏരിയ വരുന്നു. ടൈലുകളാണെന്നുണ്ടെങ്കിലും വിട്രിഫൈഡ് ആണ്, അതോടൊപ്പം തന്നെ എപ്പോക്സി ചെയ്ത് വളരെ ഭംഗിയിൽ ചെയ്തിരിക്കുന്ന ടൈലാണ്. ഇവിടെ നമുക്ക് ലിവിങ് ഏരിയയും അതുപോലെ തന്നെ ഡൈനിങ് ഏരിയയും സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ഒരു ചെറിയ കബോർഡ് വർക്ക് പോയിട്ടുണ്ട്. കബോർഡല്ല, മൾട്ടിവുഡിലൊരു ചെറിയ പാർട്ടീഷൻ പോലെ വന്നിട്ടുണ്ട്. നല്ല ഭംഗിയിലാണ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതുണ്ട്, ഇത് അക്രിലിക്കിൽ ഇതിനകത്തൊരു ലൈറ്റൊക്കെ കൊടുത്ത് നല്ല ഭംഗിയിൽ ഇത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ ഡൈനിങ് ഏരിയയിലേക്ക് പോകും. ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ വരുന്നത്. ഈ ഡൈനിങ് ഏരിയയ്ക്ക് ഈ സൈഡിൽ നമുക്കൊരു TV യൂണിറ്റ് പോലെ നമുക്ക് ഫിക്സ് ചെയ്യാനുള്ള ഔട്ട്ലെറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടുത്തെ ഒരു ബെഡ്റൂമിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ ഒരു ബെഡ്റൂം വരുന്നത്. നല്ല ഭംഗിയിൽ ചെയ്തിരിക്കുന്ന ഒരു ബെഡ്റൂമാണ്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് വരുന്നത്. ഇതാണ് നമ്മുടെ ഡ്രസ്സിങ് ഏരിയ വരുന്നത്. ഡ്രസ്സിങ് ഏരിയ ആണെന്നുണ്ടെങ്കിൽ കബോർഡ് വർക്കൊക്കെ കംപ്ലീറ്റ് തീർന്നിരിക്കുന്നതാണ്. ഇത് നമ്മുടെ ബാത്റൂം വരുന്നു. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂം. അതോടൊപ്പം തന്നെ ടൈല് വളരെ ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്. എപ്പോക്സി ഒക്കെ ചെയ്ത് നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്. ഫിറ്റിംഗ് എല്ലാം സാനിവേഴ്സ് ഫിറ്റിംഗ് എല്ലാം വന്നിരിക്കുന്നത് സെറയിലാണ്. അതെ, യെസ്, സെറ തന്നെയാണ് മൊത്തം പോയിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ബെഡ്റൂമിലേക്ക് പോവാം. മൊത്തം 3 ബെഡ്റൂമുകളാണ് ഈ വീട്ടിലുള്ളത്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള മറ്റൊരു ബെഡ്റൂം നല്ല ഭംഗിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഈ സൈഡിൽ നമുക്ക് 3 ഡോറുകൾ വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് 2 പാളിയുള്ള വിൻഡോ വന്നിട്ടുണ്ട്. അതുകൂടാണ്ട് നല്ല വലിയ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഡ്രസ്സിങ് ഏരിയ തന്നെ വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കബോർഡ് വർക്കും നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്. ഈ വീടിൻ്റെ കളറുമായിട്ട് ഭയങ്കരമായിട്ട് മാച്ചായി പോകുന്ന പോലെ എനിക്ക് തോന്നി. ഇതാണ് നമ്മുടെ ബാത്റൂം വരുന്ന നല്ല ഭംഗിയിൽ ചെയ്തിരിക്കുന്ന ബാത്റൂമാണ്. ഒരു പൈപ്പൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. സെറയാണ് ഫിറ്റിംഗ് എല്ലാം പോയിരിക്കുന്നത്. നല്ല ഭംഗിയിലാണ് ബാത്റൂം വന്നിരിക്കുന്നത്. ഇനി നമുക്ക് മറ്റൊരു ബെഡ്റൂമിലേക്ക് പോകാം. ഞാൻ ഇവിടുത്തെ ഒരു ബെഡ്റൂം കാണിക്കുന്നതിന് മുന്നേ മറ്റൊരു സ്ഥലം കാണിക്കുക. അതായത് ഇതിന് നമുക്ക് ഇവിടെ ഒരു ചെറിയ സിറ്റ് ഔട്ട് പോലെ വന്നിട്ടുണ്ട്. നല്ല ഭംഗിയിൽ ചെയ്തിട്ടുള്ളത് അതും കൂടെ നമുക്ക് കാണാം. അതിഗംഭീരമായ ഒരു സിറ്റ് ഔട്ട് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമുക്ക് രാത്രിയിൽ വൈകുന്നേരങ്ങളിലൊക്കെ ഇരുന്ന് കൊച്ചു വർത്താനൊക്കെ പറയാം. ആഹാ, സൂര്യനൊക്കെ അടിക്കുന്ന കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. നമുക്കിങ്ങനെ സൂര്യപ്രകാശമൊക്കെ അടിച്ച് കാണാൻ എന്നുള്ള രീതിയിൽ നല്ല രസത്തിലൊരു സിറ്റ് ഔട്ട് നമുക്കിവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പുറത്തെ ബെഡ്റൂം കാണാം. ഇതാണ് നമ്മുടെ 3ാമത്തെ ബെഡ്റൂം വരുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിരിക്കുന്ന ഒരു ബെഡ്റൂമാണ് വന്നിരിക്കുന്നത്. ഇത് നമ്മുടെ ഡ്രസ്സിങ് ഏരിയ വരുന്നു. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഡ്രസ്സിങ് ഏരിയ. അതോടൊപ്പം തന്നെ ഇത് നമ്മുടെ കബോർഡ് വരുന്നു. കബോർഡ് മൾട്ടിവുഡാണ് വന്നിരിക്കുന്നത്. ഇത് നമ്മുടെ ബാത്റൂം, മറ്റൊരു ബാത്റൂമാണ് വന്നിരിക്കുന്നത്. സെറയാണ് കംപ്ലീറ്റ്ലി വന്നിരിക്കുന്ന. ഫിറ്റിംഗ് എല്ലാം വന്നിരിക്കുന്ന സെറയാണ്. നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കിവിടുത്തെ മെയിൻ അട്രാക്ഷനായ കിച്ചണിലേക്ക് സഞ്ചരിക്കാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് കിച്ചൺ വരുന്നത്. നല്ല ഭംഗിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു കിച്ചണാണ്. വെള്ള കളറിൽ ഈ വീടിന് ഭയങ്കര ഭംഗി, ഇതിൻ്റെ ഈസ്തറ്റിക്സ് ഭയങ്കരമായിട്ട് എൻഹാൻസ് ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നി. ഇത് നമ്മുടെ ഫസ്റ്റ് കിച്ചൺ വരുന്നു. അത് നമ്മുടെ സെക്കൻഡ് കിച്ചൺ വരുന്നു. രണ്ടിടത്ത് നമുക്ക് വാഷ് ബേസിൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീനുള്ള ഒരു സ്പോട്ട് കിട്ടിയിട്ടുണ്ട്. അതുകൂടാണ്ട് ഇത് നമുക്ക് പുറത്തോട്ടുള്ള ഡോറും. ഈ വീടിന് ചോദിക്കുന്ന വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കോടി രൂപയാണ്. പ്രൈസ് നെഗോഷ്യബിളാണ്.